നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യത്തിനായി നിങ്ങളുടെ സമയവും അടുത്ത സുഹൃത്തുക്കളെയും പിന്നെ നിങ്ങളുടെ അവധിക്കാല യാത്രകളും എന്തിന് നിങ്ങളുടെ ഉറക്കം പോലും പൂർണ്ണമായി ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും സ്വന്തം ഇഷ്ടങ്ങളെക്കുറിച്ചും പാഷനെക്കുറിച്ചൊക്കെ വലിയ വാചാലരാകാറുണ്ട്. അതെ അതെ. പക്ഷേ അതിനുവേണ്ടി ശരിക്കും എത്രത്തോളം ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന ചോദ്യം വരുമ്പോൾ പലപ്പോഴും നമ്മൾ പിന്നോട്ടു പോകും. കൃത്യമായി പറഞ്ഞു. എന്നാൽ കൊടുങ്ങല്ലൂർ സ്വദേശിയായ നിഹാൽ എന്ന 23-കാരനോട് ഈ ചോദ്യം ചോദിച്ചാൽ അവൻ തന്റെ ജീവിതം കൊണ്ടായിരിക്കും ഉത്തരം നൽകുക. ശരിയാണ്. ഞാനിന്ന് നമ്മുടെ ഈ അനാലിസിസിനായി എടുത്തുകൊണ്ടുവന്നിരിക്കുന്ന സ്രോതസ് റിപ്പോർട്ടർ ലൈഫ് യൂട്യൂബ് ചാനലിൽ വന്ന നിഹാളിന്റെ വളരെ ശ്രദ്ധേയമായൊരു വീഡിയോ ഇന്റർവ്യൂ ആണ്. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണത്. അതെ, കൊടുങ്ങല്ലൂരിൽ 30 HF പശുക്കളുള്ള ഒരു 6 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ഡയറി ഫാം ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് ആ വീഡിയോയിലുള്ളത്. ഈ ഇന്റർവ്യൂ നമ്മൾ തിരഞ്ഞെടുക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. എന്താ പറയാ, യൂട്യൂബിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ലക്ഷങ്ങൾ ലാഭം നേടാം എന്ന് പറയുന്ന സാധാരണ വിജയകഥകളെയോ ക്ലിക്ക് ബെയ്റ്റുകളെയോ പോലെയല്ല ഇത്. തീർച്ചയായുമല്ല. ഒരു കൗമാരക്കാരന്റെ കൊച്ചുമോഹം എങ്ങനെ തികച്ചും ശാസ്ത്രീയമായ ഒരു വലിയ സംരംഭമായി മാറിയെന്നും പിന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന ആകർഷകമായ ലാഭക്കണക്കുകൾക്കപ്പുറം ഡയറി ഫാമിംഗ് എന്ന തൊഴിലിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യം തോന്നിയ സംശയം, വെറും 23 വയസ്സുള്ള ഒരാൾക്ക് എങ്ങനെ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു എന്നതാണ്. ആ സംശയം ന്യായം തന്നെ. അതിന്റെ ഉത്തരം ശരിക്കും ഒളിച്ചിരിക്കുന്നത് അവന്റെ കുട്ടിക്കാലത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ പ്രായമെന്ന് പറയുമ്പോൾ ഭയങ്കര ഡിമാൻഡുകളുള്ള സമയമാണല്ലോ. അതെ. കൂടെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ പുതിയ വീഡിയോ ഗെയിമും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും വേണമെന്ന് വാശി പിടിക്കുന്ന പ്രായം. അവിടെ നിഹാൽ വീട്ടുകാരോട് ആവശ്യപ്പെട്ടത് എനിക്കൊരു ആടിനെയും പശുവിനെ വേണമെന്നാണ്. ഓ, ഉമ്മയും വാപ്പയും സഹോദരിമാരും അടങ്ങുന്ന കുടുംബം അന്ന് കടുത്ത എതിർപ്പിലായിരുന്നു എന്ന് നിഹാൽ അതിൽ പറയുന്നുണ്ട്. സ്വാഭാവികം. കാരണം ഇതൊരു സാധാരണ ആഗ്രഹമല്ലല്ലോ, അതൊരു താൽക്കാലികമായ ഭ്രമമാണെന്നും പശുവിനെ വാങ്ങിക്കൊടുത്താൽ കുറച്ചു കഴിയുമ്പോൾ ആ ക്രേസ് മാറിക്കോളുമെന്നും അവർ വിചാരിച്ചു. അപ്പോൾ അതിനെ വിൽക്കാമെന്നുമാണ് അവർ ആദ്യം കരുതിയത്. കുട്ടികളുടെ ഇത്തരം വാശികൾ പെട്ടെന്ന് മാറുമെന്നാണല്ലോ മാതാപിതാക്കൾ ചിന്തിക്കുക. കൃത്യമായിട്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഒരു കമ്പ്യൂട്ടർ ഗെയിം മടുക്കുമ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തു വെക്കാം. എന്നാൽ ഒരു പശുവിനെ വാങ്ങുക എന്നത് ഒരു 7ാം ക്ലാസ്സുകാരൻ സ്വന്തമായി ഒരു മനുഷ്യക്കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് തുല്യമാണിത്. വാവ്, അതൊരു നല്ല കമ്പാരിസനാണ്. പശുവിനെ എല്ലാ ദിവസവും വിശക്കും, അതിനെ കുളിപ്പിക്കണം, അതിന്റെ ചാണകം കോരണം. നിങ്ങൾക്ക് പനിയാണെന്നോ പരീക്ഷയാണെന്നോ പറഞ്ഞാൽ പശുവിന് മനസ്സിലാകില്ലല്ലോ. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ കാര്യം ഈ വീഡിയോയിൽ അവൻ പറയുന്നൊരു സംഭവമാണ്. അതായത് SSLC +2 പരീക്ഷാ സമയത്ത് പശുവിനെ നോക്കാൻ വീട്ടിൽ ആളില്ലാതെ വന്നപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു ഇൻസിഡന്റാണ്. പണിക്കാരെയും എന്തിന് തന്റെ അധ്യാപകരെ വരെ അവൻ പശുവിനെ ഏൽപ്പിച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ പോയത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടി സ്വന്തം ക്ലാസ് ടീച്ചറെ പശുവിനെ നോക്കാൻ ഏൽപ്പിക്കുന്ന ആ ഒരു അവസ്ഥ. അവിടെയാണ് നമ്മൾ അവനിലെ പാഷന്റെ ആഴം മനസ്സിലാക്കേണ്ടത്. വീട്ടുകാർ വിദേശത്ത് പോയ ഒരു സാഹചര്യമുണ്ടായി. കുടുംബം മുഴുവൻ ഒരുമിച്ച് വിനോദയാത്രയ്ക്ക് പോകേണ്ട സമയത്ത് പോലും പശുക്കളെ വിട്ടുപോകാൻ അവൻ തയ്യാറായില്ല. അത് ശരിക്കും ഒരു വല്ലാത്ത ഡെഡിക്കേഷനാണ്. ഈ സമയത്തൊക്കെ വീട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഈ ഭ്രാന്ത് മാറ്റിയെടുക്കാൻ അവനെ എങ്ങനെയെങ്കിലും വെറ്ററിനറി പഠിക്കാൻ വിട്ടാലോ എന്ന് വരെ അവർ ചിന്തിച്ചു. കാരണം ഡോക്ടറായാൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഇതിനെ കാണാമല്ലോ എന്നാണ് അവർ കരുതിയത്. എന്നിട്ടവൻ പോയോ? ഇല്ല. കാരണം പശുക്കളെ വിട്ട് ദൂരെ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ അവന് കഴിയില്ലായിരുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ കണ്ടെത്തിയ വഴി മറ്റൊന്നാണ്. അവൻ എറണാകുളത്ത് കാക്കനാട് പോയി ഒരു ഫിറ്റ്നസ് ഡിപ്ലോമ ചെയ്തു. അവിടെയാണ് അവന്റെ ജീവിതത്തിലെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മേഖല നമ്മൾ കാണുന്നത്. അതെ, ശരിക്കും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണത്. കുട്ടിക്കാലത്ത് അമിതഭാരമുണ്ടായിരുന്ന നിഹാലെ അവിടെ വെച്ച് ജിമ്മിൽ പോയി ബോഡി ബിൽഡിംഗിൽ ആകൃഷ്ടനായി. നിങ്ങൾ ആ വീഡിയോ കണ്ടാലറിയാം, 2024 മിസ്റ്റർ കേരള മത്സരത്തിൽ വരെ അവൻ പങ്കെടുത്തു. അത് ചെറിയ കാര്യമല്ല. ഒരു പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണവൻ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. ഇതൊരു ഭയങ്കര വൈരുദ്ധ്യമല്ലേ? ഒരു വശത്ത് മിസ്റ്റർ കേരള സ്റ്റേജിൽ നിൽക്കുന്ന 6 പാക്കുള്ള ഫിറ്റ്നസ് ട്രെയിനർ,
മറുവശത്ത് പുലർച്ചെ എഴുന്നേറ്റ് ചാണകം കോരുന്ന ഡയറി ഫാമർ. ശാരീരികമായി തന്നെ ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലുള്ള കാര്യങ്ങളല്ലേ? ഇതവൻ എങ്ങനെ ഒന്നിച്ചുകൊണ്ടുപോയി? ഒറ്റനോട്ടത്തിൽ അതൊരു വൈരുദ്ധ്യമായി തോന്നാം. ജിമ്മിലെ വർക്കൗട്ടും ചാണകം കോരുന്നതും തികച്ചും വ്യത്യസ്തമായ പേശികളെയാണ് ആശ്രയിക്കുന്നത്. അതെ. എന്നാൽ മാനസികമായ തലത്തിൽ നോക്കിയാൽ ഫിറ്റ്നസ്സും ഫാമിങ്ങും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട്. അതെങ്ങനെയാ? രണ്ടിനും അത്യാവശ്യം വേണ്ടത് കടുത്ത അച്ചടക്കവും സമയനിഷ്ഠയുമാണ്. ഒരു ദിവസം ഡയറ്റ് തെറ്റിയാൽ അല്ലെങ്കിൽ വർക്കൗട്ട് മുടങ്ങിയാൽ ശരീരത്തിൽ മാറ്റം വരുന്നതുപോലെ തന്നെയാണ് ഫാമും. അത് പോയിന്റാണ്. ഒരു ദിവസം കറവ് മുടങ്ങിയാൽ പശുവിന്റെ ആരോഗ്യം നശിക്കും. സ്വന്തം ശരീരത്തെ ഒരു ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ അവൻ കാണിച്ച അതേ സമർപ്പണം തന്നെയാണ് ഒരു ഫാം കെട്ടിപ്പടുക്കാനും അവനെ സഹായിച്ചത്. പക്ഷേ അവൻ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം, അല്ലേ? അതെ. സ്വന്തമായ ഒരു ഫാം പൂർണ്ണസമയമായി നടത്തുമ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനറായി ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് നിഹാൽ വളരെ വേഗം തിരിച്ചറിഞ്ഞു. ഡിപ്ലോമ പഠിക്കുന്ന സമയത്തും അവനെ IT മേഖലയിലേക്കോ മറ്റോ തിരിച്ചുവിടാൻ അവന്റെ IT പ്രൊഫഷണലായ സഹോദരി ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിരുന്നു. കാരണം അതാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ജോലി എന്ന് കരുതപ്പെടുന്നത്. സത്യം. പക്ഷേ ക്ലാസ്സിലിരിക്കുമ്പോഴും അവന്റെ ശ്രദ്ധ മുഴുവൻ നാട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന തന്റെ പുതിയ ഡയറി ഫാമിലായിരുന്നു. അവസാനം അവൻ ഫിറ്റ്നസ് കരിയർ മാറ്റിവെച്ച് പൂർണ്ണമായും ഫാമിങ്ങിലേക്കിറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് വരികയാണ്. ഇന്ന് 6 ഏക്കർ സ്ഥലത്ത് 30 HF പശുക്കളുള്ള വലിയൊരു ഫാമിലേക്ക് അവൻ വളർന്നു കഴിഞ്ഞു. ദിവസം 500 ലിറ്ററിലധികം പാലാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ 70% ലോക്കലായി വിൽക്കുന്നു, ബാക്കി മിൽമയ്ക്ക് നൽകുന്നു. ഒരു വലിയ ബിസിനസ് മോഡൽ തന്നെയാണത്. ആ വീഡിയോയിൽ എടുത്തു പറയുന്നൊരു കാര്യം അവിടെയുള്ള 30 പശുക്കളും HF പശുക്കളാണ് എന്നാണ്. എന്താണ് ഈ HF പശുക്കളുടെ പ്രത്യേകത? നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന സാധാരണ പശുക്കളെപ്പോലെയല്ലേ ഇതും? അവൻ എന്തിനാണ് ഈ പ്രായത്തിൽ ഇത്രയും എണ്ണം HF പശുക്കളെ തന്നെ വാങ്ങിയത്? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. HF അഥവാ ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ എന്നത് യൂറോപ്പിൽ നിന്നുള്ള ഒരു പശുവിനമാണ്. ഓഹോ, യൂറോപ്യനാണല്ലേ? അതെ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ചുരത്തുന്ന പശുക്കളാണിവ. അതുകൊണ്ടാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഫാം നടത്തുന്നവർ HF പശുക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ. പക്ഷേ ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിലെ തണുപ്പുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഇവയ്ക്ക് കേരളത്തിലെ ചൂടും ഈർപ്പവും താങ്ങാൻ കഴിയില്ല. അത് ശരിയാണല്ലോ. ഇവയുടെ ശരീരത്തിൽ ചൂട് പുറന്തള്ളാനുള്ള സംവിധാനം വളരെ കുറവാണ്. അതിനാൽ തന്നെ കൃത്യമായ താപനില നിലനിർത്തിയില്ലെങ്കിൽ ഇവയ്ക്ക് കടുത്ത സ്ട്രെസ് ഉണ്ടാവുകയും പാലുൽപാദനം കുറയുകയും അസുഖങ്ങൾ വരുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഹൈ മെയിൻ്റനൻസ് ഏർപ്പാടാണ്. ഞാൻ ആ ഇന്റർവ്യൂവിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഈ ഫാം ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയാണ്. അവൻ പശുക്കൾക്ക് വേണ്ടി 34 അടി ഉയരമുള്ളൊരു വലിയ ഓപ്പൺ ഷെഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ വെറുതെ പണം കളഞ്ഞതുപോലെയാണ് തോന്നിയത്. പശുക്കൾക്ക് നിൽക്കാൻ എന്തിനാണ് ഇത്രയും ഉയരമുള്ളൊരു കെട്ടിടം? ഇതൊരു ഓവർക്കില്ലല്ലേ? പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ അതൊരു കൃത്യമായ സയന്റിഫിക് ഡിസൈനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ HF പശുക്കൾക്ക് ചൂട് താങ്ങാൻ കഴിയില്ല എന്ന്. അതെ. പശുക്കൾ വലിയ തോതിൽ ശരീരതാപം പുറത്തുവിടുന്ന മൃഗങ്ങളാണ്. കൂടാതെ അവയുടെ ചാണകത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നും അമോണിയ ഗ്യാസ് വലിയ തോതിലുണ്ടാകും. ശരി. ഷെഡിന് ഉയരം കുറവാണെങ്കിൽ ഈ ചൂടും ഗ്യാസും പശുക്കളുടെ ഇടയിൽ തന്നെ തങ്ങി നിൽക്കും. 34 അടി ഉയരം കൊടുക്കുമ്പോൾ ഈ ചൂടുള്ള വായുവും ഗ്യാസും വേഗത്തിൽ മുകളിലേക്ക് പോയി പുറത്തേക്ക് പോകും. ഒരു തരം ചിമ്നി ഇഫക്റ്റാണത്. അപ്പോൾ അതൊരു നാച്ചുറൽ വെന്റിലേഷൻ സിസ്റ്റമാണ്. കൃത്യമായിട്ട്. ഇതിനു പുറമെ വലിയ ജാതിമരങ്ങൾക്കിടയിലാണ് അവൻ ഫാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നിന്നുള്ള സ്പ്രിംക്ലറുകൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡയറി ഫാനുകൾ എന്നിവയെല്ലാം ആ ഷെഡിനുള്ളിലെ താപനില കൃത്യമായി നിലനിർത്താൻ വേണ്ടിയുള്ളതാണ്. ശരിക്കും ഒരു AC റൂം സെറ്റപ്പ്. വീട്ടിലിരുന്നാൽ പോലും ഫാമിന്റെ ഓരോ ചലനവും അറിയാൻ അവൻ CCTV വെച്ചിട്ടുണ്ട്. പശുക്കൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ഡെലിവറി സമയത്തോ ഉണ്ടാകുന്ന ചെറിയ അനക്കങ്ങൾ പോലും ഒപ്പിയെടുത്ത് വീട്ടിൽ മുഴങ്ങുന്ന എമർജൻസി അലാറം അവൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതെ, അതൊരു 24 മണിക്കൂർ കൺട്രോൾ റൂം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവൻ സാങ്കേതികവിദ്യയെ എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണത്. സാങ്കേതികവിദ്യയൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് അവനോട് വിയോജിപ്പുള്ളൊരു കാര്യമുണ്ട്. അതെന്താ?
അവന്റെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ കേട്ടാൽ ആരും തലയിൽ കൈവച്ചു പോകും. രാവിലെ 1 മണിക്കോ 3 മണിക്കോ ആണ് അവന്റെ ദിവസം തുടങ്ങുന്നത്. അത് കുറച്ച് ടഫാണ്. 1 മിനിറ്റ്, പുലർച്ചെ 1 മണിക്ക് എഴുന്നേൽക്കുക. ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു തരം ടോക്സിക് ഹസിൽ കൾച്ചറായിട്ടാണ് തോന്നുന്നത്. ഒരു സാധാരണ 23 വയസ്സുകാരൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് നിഹാൽ എഴുന്നേറ്റ് പണി തുടങ്ങുന്നത്. ശരിയാണ്. ഈ പ്രായത്തില് ഉറക്കം കളഞ്ഞ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ലല്ലോ. ഇതിനെ വെറുമൊരു സിഗ്മ മെയിൽ ട്രെൻഡായി ഗ്ലോറിഫൈ ചെയ്യുന്നത് ശരിയാണോ? തീർച്ചയായും ആ സംശയം ന്യായമാണ്. നമ്മൾ ഒരിക്കലും ഉറക്കം ഉപേക്ഷിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഡെയറി ഫാർമിങ്ങിന്റെ കാര്യത്തിൽ ഇതൊരു ഫാഷനല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഇതിനെ നിഹാൽ തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. പശുക്കളുടെ കറവ സമയം, പാലിന്റെ വിതരണം എന്നിവയൊക്കെ വളരെ കർശനമായ സമയക്രമം പാലിക്കേണ്ടതുണ്ട്. രാവിലെ 5 മണിക്ക് പാൽ സൊസൈറ്റിയിലോ വീടുകളിലോ എത്തണമെങ്കിൽ പുലർച്ചെ 1 മണിക്ക് കറവ് തുടങ്ങണം. കാരണം 30 പശുക്കളെ കറന്നെടുക്കാൻ അത്രയും സമയം വേണല്ലേ? അതെ, മണിക്കൂറുകൾ വേണം. അവൻ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് ഇതൊരു നോർമൽ ലൈഫ് അല്ല എന്ന്. കൂട്ടുകാരോടൊത്തുള്ള അടിച്ചുപൊളിയോ സിനിമയ്ക്ക് പോക്കോ ഒന്നുമില്ല. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. തനിക്ക് പശുക്കളോട് മാത്രമാണ് ക്രഷെന്ന് അവൻ തമാശ രൂപേണ പറയുന്നുണ്ടെങ്കിലും അതിലെ സങ്കടം അവൻ അംഗീകരിക്കുന്നുണ്ട്. ആരും ഇത് കണ്ട് ചാടിയിറങ്ങരുത് എന്ന് അവൻ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഓക്കെ, അതൊരു പ്രായോഗിക ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് അവൻ സംസാരിക്കുന്നുണ്ട്. അകിടുവീക്കം അഥവാ മാസ്റ്റൈറ്റിസ് എന്ന അസുഖം വരാതിരിക്കാൻ അവൻ പാലെടുക്കുന്നതിന് മുൻപ് ഓരോ പശുവിനെയും പരിശോധിക്കും. അതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ അവൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പശുക്കൾക്ക് അസുഖം വന്നാൽ ആന്റിബയോട്ടിക്കുകൾ നൽകുന്നതിനു പകരം ഡോക്ടർ എബ്രഹാം സാറിന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് കൂടുതൽ കംഫേർട്ട് നൽകി രോഗം ഭേദമാക്കുന്ന രീതിയാണ് അവൻ പിന്തുടരുന്നത് എന്ന്. അതെ, അതൊരു നല്ല പോയിന്റാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു സയന്റിഫിക് അടിസ്ഥാനമില്ലാത്ത പോലെ തോന്നുന്നു. കംഫോർട്ട് കൊടുത്താൽ എങ്ങനെയാണ് അസുഖം മാറുക? മരുന്ന് കൊടുക്കണ്ടേ? അത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ കൃത്യമായ ബയോളജിക്കൽ സയൻസ് ഇതിന് പിന്നിലുണ്ട്. എന്താ പറയാ, HF പശുക്കൾക്ക് അസുഖങ്ങൾ വരാനുള്ള പ്രധാന കാരണം സ്ട്രെസ്സാണ്. സ്ട്രെസ് പശുക്കൾക്കോ? അതെ, ചൂട് കൂടുമ്പോഴോ കിടക്കുന്ന സ്ഥലം വൃത്തിഹീനമാകുമ്പോഴോ പശുക്കൾക്ക് സ്ട്രെസ് ഉണ്ടാകുകയും അവയുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ വർദ്ധിക്കുകയും ചെയ്യും. കോർട്ടിസോൾ കൂടുമ്പോൾ അവയുടെ പ്രതിരോധശേഷി സ്വാഭാവികമായും കുറയും. ഓഹോ. അപ്പോഴാണ് ബാക്ടീരിയകൾ ആക്രമിച്ച് മാസ്റ്റൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആന്റിബയോട്ടിക് കൊടുത്താൽ പോരെ? വേഗം മാറുമല്ലോ. ആന്റിബയോട്ടിക് കൊടുക്കാം. പക്ഷെ കറവ പശുക്കൾക്ക് വലിയ ഡോസിൽ ആന്റിബയോട്ടിക് കൊടുത്താൽ പാലിന്റെ ഉൽപ്പാദനം ഗണ്യമായി കുറയും. പിന്നെ ആ പാൽ കുറച്ചു ദിവസത്തേക്ക് വിൽക്കാനും കഴിയില്ല. അത് ശരിയാണല്ലോ. വലിയ ഫിനാൻഷ്യൽ ലോസ് വരും. അതെ, ഇത് കർഷകന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. ഇവിടെ നിഹാൽ ചെയ്യുന്നത് റൂട്ട് കോസ് അനാലിസിസ് ആണ്. അസുഖം വരുമ്പോൾ മരുന്ന് കൊടുക്കുന്നതിന് പകരം സ്ട്രെസ്സില്ലാത്ത രീതിയിൽ ഫാനുകളിട്ട് തണുപ്പിച്ച് നല്ല വൃത്തിയുള്ള കിടപ്പുമെത്തകൾ, അതായത് കൗമാറ്റുകളൊക്കെ നൽകി അവയുടെ കംഫേർട്ട് വർദ്ധിപ്പിക്കുന്നു. സ്ട്രെസ് കുറയുമ്പോൾ കോർട്ടിസോൾ കുറയുകയും പശുക്കളുടെ സ്വാഭാവിക പ്രതിരോധശേഷി തിരികെ വരികയും ചെയ്യും. വാവ്. അതെ, ചെറിയ ഇൻഫെക്ഷനുകൾ പശുക്കൾ തന്നെ സ്വയം ഭേദമാക്കും. ഈ ഒരു കാര്യം IT ഫീൽഡിലോ സ്റ്റാർട്ടപ്പുകളിലോ ജോലി ചെയ്യുന്നവർക്ക് വലിയൊരു മാനേജ്മെന്റ് പാഠമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ലക്ഷണം നോക്കി മരുന്ന് കൊടുക്കുന്നതിന് പകരം പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തി പരിഹരിക്കുക എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വാവ്, അത് ശരിക്കും ഒരു മികച്ച ഉൾക്കാഴ്ചയാണ്. ഇതിനു പുറമെ സ്വന്തമായി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പഠിക്കുന്നതിനായി അവൻ മാട്ടുപെട്ടിയിൽ പോയി പരിശീലനം നേടുക വരെ ചെയ്തു. താൻ ചെയ്യുന്ന തൊഴിലിന്റെ ഓരോ വശത്തെക്കുറിച്ചും പൂർണ്ണമായ അറിവ് വേണമെന്ന നിർബന്ധം അവനുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ആഹാ, ഇത് കൊള്ളാമല്ലോ, ജോലി രാജിവെച്ച് നമുക്കും ഒരു ഡയറി ഫാം തുടങ്ങിയാലോ? അത് പലർക്കും തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് യൂട്യൂബിൽ ഇതുപോലുള്ള വിജയകഥകൾ കാണുമ്പോൾ പെട്ടെന്ന് ചാടിയിറങ്ങാൻ പലർക്കും തോന്നും. അവിടെയാണ് നിഹാൽ നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പഴയ മലയാളം സിനിമകളിൽ, പ്രത്യേകിച്ച് ഈ സന്ദേശത്തിൽ ശങ്കരാടിയും മോഹൻലാലും ശ്രീനിവാസനും ഉൾപ്പെടുന്ന രംഗങ്ങളിലൊക്കെ പറയുന്നൊരു ഡയലോഗുണ്ട്. എനിക്കറിയാം ആ ഡയലോഗ്. ഇത്തിരി പരുത്തിക്കൊരു പിണ്ണാക്ക് കൊടുത്താൽ പാൽ ചിരചിറാന്നൊഴുകി വരും എന്ന്. ഇത് കേട്ടിട്ട് ഫാം തുടങ്ങാൻ ഇറങ്ങരുത് എന്ന് നിഹാൽ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. അത് സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അതെ, നമ്മൾ പണം മുടക്കി കുറച്ചു പണിക്കാരെ നിർത്തി
നല്ലൊരു കസേരയും ഇട്ട് മുതലാളിയായി മാറി നിൽക്കാമെന്ന് കരുതിയാൽ ഇവിടെ പണി പാളും. തീർച്ചയായും പാഴും. സ്വന്തമായി ചാണകം കോരാനും രാത്രി ഉറക്കമൊഴിക്കാനും വിയർപ്പൊഴിക്കാനും തയ്യാറുള്ളവർ മാത്രം ഇതിലേക്ക് വന്നാൽ മതിയെന്നാണ് അവൻ പറയുന്നത്. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒറ്റയടിക്ക് 10-20 പശുക്കളെ വാങ്ങി ഫാം തുടങ്ങരുത്. ആദ്യം ഒരു പശുവിനെ വാങ്ങി വളർത്തി അനുഭവം നേടിയ ശേഷം മാത്രം ബിസിനസ് വലുതാക്കുക എന്നതാണ് അവന്റെ ഉപദേശം. അത് വളരെ പ്രായോഗികമായ ഒരു ഉപദേശമാണ്. അപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പാടുള്ള കൂട്ടുകാരെയും ഉറക്കത്തെയും വിനോദങ്ങളെയുമെല്ലാം മാറ്റിവെക്കേണ്ടി വരുന്ന ഈ പണി അവൻ എന്തിനു തുടരുന്നു? എന്താണിതിന്റെ ഒരു എൻഡ് ഗെയിം? ആ ചോദ്യത്തിനുള്ള ഉത്തരം അവന്റെ ഭാവി ലക്ഷ്യങ്ങളിലാണുള്ളത്. വെറുതെ കുറച്ചു പശുക്കളെ വളർത്തി പാൽ വിൽക്കുക എന്നതിനപ്പുറം വലിയൊരു ദീർഘവീക്ഷണം അവനുണ്ട്. ഭാവിയിൽ പശുക്കുട്ടികളെ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് ഒരു വലിയ ഡയറി പ്ലാന്റ് തുടങ്ങുക എന്നതാണ് അവന്റെ ലക്ഷ്യം. അതിനായി അവനിപ്പോൾ ഉപയോഗിക്കുന്നത് സെക്സ് സോർട്ടഡ് സീമൻ എന്ന സാങ്കേതികവിദ്യയാണ്. ഒരു മിനിറ്റ്, അതെന്താണ് സംഭവം? സെക്സ് സോർട്ടഡ് സീമൻ എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ല. സാധാരണഗതിയിൽ പശുക്കൾ ഗർഭം ധരിക്കുമ്പോൾ ജനിക്കുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല. ഡയറി ഫാമിംഗില് ആൺകുട്ടികളെ കൊണ്ട് വലിയ ഉപയോഗമില്ല. അവ പാൽ തരില്ലല്ലോ. ഇവിടെയാണ് സെക്സ് സോർട്ടഡ് സീമൻ അഥവാ ലിംഗനിർണയം നടത്തിയ ബീജം ഉപയോഗിക്കുന്നത്. ഇതുപയോഗിച്ച് കൃത്രിമ ബീജസങ്കലനം നടത്തിയാൽ 90% പെൺകുട്ടികൾ തന്നെ ജനിക്കുമെന്ന് ഉറപ്പാക്കാം. ഓ, അപ്പോൾ വെറുതെ പുറത്തുനിന്ന് പശുക്കളെ ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങുന്നതിന് പകരം തന്റെ ഫാമിന് അനുയോജ്യമായ ഉയർന്ന പ്രതിരോധശേഷിയും പാലുൽപാദനവുമുള്ള ഏറ്റവും മികച്ച പെൺപശുക്കുട്ടികളെ അവൻ തന്നെ തന്റെ ഫാമിൽ സൃഷ്ടിച്ചെടുക്കുന്നു. അതെ അതെ, ശരിക്കും ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപം തന്നെയാണത്. തീർച്ചയായും. ഈ വലിയ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിലുള്ള അതിയായ താൽപ്പര്യം എങ്ങനെ ഒരു ചുറ്റുപാടിനെ മുഴുവൻ മാറ്റിയെടുക്കുന്നു എന്ന് കാണാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവൻ പശുവിനെ ചോദിച്ചപ്പോൾ വീട്ടുകാർ കടുത്ത എതിർപ്പിലായിരുന്നു എന്ന്. എന്നാൽ ഇപ്പോൾ ആ വീഡിയോവിൽ കാണാം, പുലർച്ചെ 1 മണിക്ക് അവൻ എഴുന്നേറ്റു വരുമ്പോൾ അവനെ ചായയുമായി കാത്തിരിക്കുന്ന ഉമ്മയും അവനെ സഹായിക്കാൻ പുലർച്ചെ ഫാമിലേക്ക് പോകുന്ന ബാങ്ക് ഉദ്യോഗസ്ഥനായ വാപ്പയും. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. ഇതൊന്നും ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. തുടർച്ചയായ നഷ്ടങ്ങൾ വന്നപ്പോൾ ഫാം നിർത്തിയാലോ എന്ന് അവൻ പോലും ചിന്തിച്ചിരുന്നു. തെറ്റുകളിൽ നിന്ന് പഠിച്ച് സ്വന്തം കുടുംബത്തിന്റെ വിശ്വാസം നേടിയെടുത്ത് സ്വയം തിരുത്തിയാണ് അവൻ ഇന്ന് കാണുന്ന വിജയത്തിലെത്തിയത്. ഇതൊരു മികച്ച പാഠമാണ്. ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് കണ്ടതെന്താണെന്ന് വെച്ചാൽ, ഒരു 7ാം ക്ലാസ്സുകാരന്റെ നിഷ്കളങ്കമായ വാശിയിൽ തുടങ്ങി സ്വന്തം കുടുംബത്തിന്റെ എതിർപ്പുകളെ പ്രായോഗിക വിജയം കൊണ്ട് മറികടന്ന് തിളങ്ങി നിൽക്കുന്ന ഫിറ്റ്നസ് ലോകത്ത് നിന്നും മാറി ഇന്ന് 30 പശുക്കളുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒരു ഡയറി ഫാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന നിഹാലിന്റെ കഥയാണ്. അതെ, നമ്മൾ ഇതുവരെ സംസാരിച്ച സ്രോതസ്സുകളിലെ വിവരങ്ങൾ വെറും ലാഭക്കണക്കുകൾ മാത്രമല്ല. HF പശുക്കളുടെ ജീവശാസ്ത്രം, ഷെഡിന്റെ രൂപകൽപ്പന, സ്ട്രെസ് മാനേജ്മെന്റ് തുടങ്ങി അവൻ ആർജിച്ചെടുത്ത വലിയൊരു അറിവിലേക്കാണ് ഈ ഡിസ്കഷൻ വിരൽ ചൂണ്ടുന്നത്. ശരിയാണ്, ഇതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് അവന്. ഇനി ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിഹാലിന്റെ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളോടായി ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സൗഹൃദങ്ങളും സുഖസൗകര്യങ്ങളും, എന്തിന് നിങ്ങളുടെ ഉറക്കം പോലും പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ദിവസം 24 മണിക്കൂറും ഒരു കാര്യത്തിനായി മാത്രം സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ഏത് ലക്ഷ്യത്തിനു വേണ്ടിയായിരിക്കും? നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ പാഷൻ എന്താണ്? അതൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. അതുവരെ കീപ് തിങ്കിങ്, കീപ് ലേണിംഗ്.